ആ പാട്ടുപാടിയ പയ്യന്റെ പേരെന്തായിരുന്നു? ഹിഷാം. ഹിഷാം. ഞാൻ അസ്സലാമു അലൈക്കും. ചരിത്രത്തിൻ്റെ സുവർണ്ണ താളിൽ ലിംഗും പുത്തനാടി ശുഹദാക്കളെ മനസ്സ് നീറും വ്യതയാൽ വന്ന മനമിൽ തണലേകിടും ശുഹദാക്കളെ ചരിത്രത്തിൻ്റെ സുവർണ്ണ താളിൽ ലിംഗും പുത്തനങ്ങാടി ശുഹദാക്കളെ. ആ പാട്ടുപാടിയ പയ്യന്റെ പേരെന്തായിരുന്നു? ഹിഷാം. ഹിഷാം. ഞാൻ അള്ളാഹുവിന്റെ ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. പക്ഷെ ഓൻ ആ ശബ്ദം കൊണ്ട് ഖുർആൻ ഓതിയിരുന്നെങ്കിൽ എത്ര രസമായിരുന്നു. ഞാനത് ആഗ്രഹിച്ചത്. അവൻ നല്ല മനോഹരമായ രീതിയിൽ നല്ല രീതിയിൽ അവനിങ്ങനെ പാട്ട് പാടുന്നത് കേട്ടപ്പോ ഖുർആൻ ഓതി അങ്ങനെ രസമായിരിക്കില്ലേ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. പടച്ചവനെ അള്ളാഹു എന്തായാലും അവനെന്ത് പോയാ ശ്യാമൻ അള്ളാഹു നല്ലപോലെ ഖുർആൻ ഓതാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യനെ കടന്നു വരികയാണ്. മഹാനവറുകളുടെ മുമ്പിലേക്ക് റിയാഹുൽ കൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. മഹാനവറുകളുടെ ചാരത്ത് വന്നിട്ട് പറയുന്ന, തങ്ങളെ എനിക്ക് നന്നാകണം തങ്ങള്, എനിക്ക് നന്നാകണം തങ്ങള്. പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് ജീവിക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്റെ ദുനിയാവും എന്റെ ആഖിറവും രക്ഷപ്പെടാനുള്ള ഒരു വഴി എനിക്ക് പറഞ്ഞു തരുമോ? മഹാനവറുകളുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ പറയുന്നു, എങ്കിൽ എന്റെ കൂടെ വാ. എന്താ ചോദിച്ചതെന്നറിയോ? എനിക്ക് രക്ഷപ്പെടണം, ദുനിയാവും രക്ഷപ്പെടണം, ആഖിറവും രക്ഷപ്പെടണം. എനിക്ക് നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകണം. അതിനെനിക്കൊരു നല്ല ഉപദേശം പറഞ്ഞു തരണം. മഹാനവറുകളോട് അവിടെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് ആ ചെറുപ്പക്കാരനോട് പറയുന്നു, നിനക്ക് ഞാൻ നിനക്ക് നല്ല ഒരു ഉപദേശം ഞാൻ പറഞ്ഞു തരാ. ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് പോകുകയാ. ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് പോകുകയാണ്. ഖബർസ്ഥാനിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് മഹാനവറുകൾ ചോദിക്കുന്നു, ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾക്ക് വല്ല മോഹവുമുണ്ടോ? പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബർ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാ, ഈ കബറിനകത്ത് കിടക്കുന്നവർക്ക് വല്ല മോഹവുമുണ്ടോ? അവർക്ക് ഒരേ ഒരു മോഹമേ ഉള്ളൂ, പടച്ചവനെ ആ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് ദുനിയാവിലേക്കൊന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നിസ്കരിക്കാമായിരുന്നല്ലോ, എനിക്കൊരുപാട് നന്മകൾ ചെയ്യാമായിരുന്നല്ലോ. പടച്ചവനെ ആ കബറിനകത്ത് കിടന്ന് യാചിക്കുകയാണ്, അവരാഗ്രഹിക്കുകയാണ്. ആ കിടക്കുന്ന കബർ കാണിച്ചു കൊടുത്ത് കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ ആഗ്രഹം ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് മഹാനവറുകൾ കൂട്ടിക്കൊണ്ടുപോയ ചെറുപ്പക്കാരനോട് പറയുന്നു, മോനെ, ഈ കബറിനകത്ത് കിടക്കുന്നവർക്ക് ഒരിക്കലും എഴുന്നേറ്റ് ദുനിയാവിലേക്ക് മടങ്ങി വരാൻ കഴിയില്ലല്ലോ, അവർക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, അവർക്ക് ഖുർആൻ ഓതാൻ കഴിയില്ലല്ലോ, അവർക്ക് ദിക്ർ പറയാൻ കഴിയില്ലല്ലോ, അവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ നിനക്ക് പറ്റുമല്ലോ. ഈ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യനും ദുനിയാവിൽ വന്ന് നിസ്കരിക്കുവാനോ ഖുർആൻ ഓതുവാനോ സദക്ക കൊടുക്കുവാനോ ദിക്ർ പറയുവാനോ ഇതുപോലെ വഅദ് കേൾക്കുവാനോ ഒന്നിനും കഴിയില്ലല്ലോ. പക്ഷേ നീ ദുനിയാവിന്റെ മുകളിലല്ലോ, അവര് ഭൂമിയുടെ അടിയിലല്ലോ. നിനക്ക് നിസ്കരിക്കാമല്ലോ, നിനക്ക് ഖുർആൻ ഓതാമല്ലോ, നിനക്ക് ദിക്റുകൾ പറയാമല്ലോ, നിനക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലോ. അവിടെ പോകുന്നതിന് മുമ്പ് ചെയ്യടാ. ആ പള്ളിപ്പറമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന നന്മകൾ മുഴുവനും ചെയ്ത് വെച്ചിട്ട് പോയാ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കിടന്ന് തെണ്ടേണ്ടി വരില്ലെന്ന് മഹാനവറുകൾ
അവിടെ പറഞ്ഞു കൊടുക്കുമ്പോ പുത്തനങ്ങാടി സുഗതാമക്കാവിലെ ഉറൂസിന് വന്നവര് സുഗതാക്കളുടെ കബറിന്റെ ചാരത്ത് പോകുമ്പോ ആ പോകുന്ന വഴിയിൽ ഒരുപാട് കബറുകൾ കിടക്കുന്നല്ലോ. ആ കബറിനകത്ത് നിന്നെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷയുമായി ജീവിച്ചിരുന്ന ഒരുപാട് പേരവിടെ കിടക്കുന്നുണ്ടല്ലോ. അവരാഗ്രഹിക്കുന്ന പടച്ചവനെ ഇതുപോലെ ഒരു വഅദിന്റെ മജ്‌ലിസിൽ വന്നിരിക്കാൻ, തങ്ങന്മാരുടെ ദുആ കേൾക്കാൻ, മഹാന്മാരായ ഉസ്താദന്മാരുടെ വഅദ് കേൾക്കാൻ, പടച്ചവനെ എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് സദഖ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാ കബറിനകത്ത് കിടക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കാർക്കും അതിന് കഴിയില്ലല്ലോ, അവർക്കാർക്കും അതിന് കഴിയില്ലല്ലോ. പക്ഷേ സഹോദരാ, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന നിനക്കിതെല്ലാം പറ്റുമല്ലോ. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന പെങ്ങള്, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യമെല്ലാം അവിടെ പോകുന്നതിന് മുമ്പ് ചെയ്യാമല്ലോ. ചെയ്യണ്ടേ പെങ്ങള്? ചെയ്യാതെ മോഹങ്ങൾ ബാക്കി വെച്ച് പോയാ ആ പള്ളിപ്പറമ്പിൽ കിടന്ന് നാളെ നിനക്കും ഇതുപോലെ തെണ്ടേണ്ടി വരുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, പടച്ചവനെ നബി തങ്ങൾ പറയുന്നു, ചെയ്യാറുള്ള കാര്യങ്ങൾ മുഴുവനും ഇവിടെ കിടന്ന് ചെയ്യണോ. അല്ലാതെ പുത്തനങ്ങാടി പള്ളിയിലേക്ക് നിന്റെ ജനാസ കുളിപ്പിച്ചു, അതാ പള്ളിയിലേക്ക് കൊണ്ടുവച്ചു, ഖതീബ് ഉസ്താദ് നിസ്കരിക്കാൻ കയറി വന്നു, എല്ലാവരും പള്ളിക്കകത്ത് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിച്ചിരിക്കേണ്ട സമയത്ത് ചെയ്യേണ്ട ചില കാര്യമുണ്ട്. ജീവിച്ചിരിക്കേണ്ട സമയത്ത് ചെയ്യാൻ പറ്റുന്നത് ജീവിച്ചിരിക്കുമ്പോ തന്നെ ചെയ്യണം. നിങ്ങളുടെയൊക്കെ ജനാസ കുളിപ്പിച്ച് ഇവിടുത്തെ പള്ളിയിൽ കൊണ്ടുവച്ചു. ഫൈസി ഉസ്താദ് മയ്യത്തിന്റെ മുമ്പിൽ വന്നു, നാട്ടുകാർ മുഴുവനും വന്നു. ഉസ്താദ് പ്രസംഗമെല്ലാം നടത്തിയിട്ട് മയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് പറയും, ഈ മയ്യത്ത് നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എടാ, ജനാസ പള്ളിക്കകത്ത് കൊണ്ടുവച്ചിട്ട് ഖതീബ് പറയുകയാ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ. എടാ പൊന്നാര ചങ്ങാതി, നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് നാട്ടുകാരോട് പൊരുത്തം ചോദിച്ചാ പിന്നെ അവിടെ കൊണ്ടുവച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ? നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് പൊരുത്തം ചോദിക്ക്, അല്ലാതെ പള്ളിക്കകത്ത് കുളിപ്പിച്ചുകൊണ്ട് കടത്തിക്കെട്ടല്ലോ ചോദിക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോ ചോദിക്ക്. നിനക്കിപ്പോ ഉണ്ടല്ലോ, നിനക്ക് എത്രയോ അവസരമുണ്ട് നിനക്ക് പൊരുത്തം ചോദിക്കാനും. എന്തെല്ലാം കാര്യങ്ങൾ പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് പറയാ, കടവുണ്ടെങ്കിൽ പൊരുത്തപ്പെടാൻ, കടവുണ്ടെങ്കിൽ പൊരുത്തപ്പെടാൻ. മക്കള് പറയുക, ആരെങ്കിലും കടവുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ. നബി തങ്ങൾ പറഞ്ഞില്ലേ, കടന്നുറങ്ങുന്നതിന് മുമ്പ് നീ എഴുതി വെച്ചിട്ട് കടന്നുറങ്ങണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. 3 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. അതാ പണ്ടുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ കട്ടിലിനടിയിലും തലകണിരടിയിലൊക്കെ നോക്കും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോന്ന്. ഇപ്പൊ പിന്നെ ഒന്നും വെക്കാറില്ല, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്കകത്ത് കൊണ്ടുവച്ചിട്ട് ഖതീബ ചോദിക്കുന്ന, അല്ലാതെ മക്കളല്ല ചോദിക്കുന്നേ. ജനാസ കൊണ്ടുവന്ന് പുത്തനങ്ങാടി പള്ളിയിൽ വെച്ചിട്ട് ഫൈസി ഉസ്താദ ചോദിക്കുന്നത്, ഈ മനുഷ്യൻ ആരെങ്കിലുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായിട്ട് എന്താ ഫൈസി ഉസ്താദിന്റെ വാപ്പായ കിടക്കണേ? അല്ലല്ലോ, വല്ലവന്റെ വാപ്പ. നീ ചോദിയില്, അത് ചോദിക്കത്തില്ല, മക്കളെ ചോദിക്കത്തില്ല. എടാ, മക്കളല്ലേ പറയേണ്ടത് ഈ കിടക്കുന്നത് എന്റെ വാപ്പ. ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടും. കൂടുതൽ മക്കളും പറയാറില്ല, കാരണം ആരെങ്കിലും ചെന്നാലോ കൊടുക്കേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. പറയാ, എന്റെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. പുത്തരങ്ങാടി പള്ളിയിലൂടെ വായി നോക്കി നടന്നപ്പോ ഇങ്ങനെ തലയും കുനിച്ച് നടന്നു. അപ്പം ചോദിക്കണ്ടായിരുന്നു, അപ്പൊ പൊരുത്തവും ചോദിക്കണ്ട, കടവുള്ള കാര്യം പറയണ്ട. അങ്ങനെ ചില കാര്യങ്ങൾ ഇട അപ്പോഴല്ല ചെയ്യണ്ടേ. പള്ളിപ്പറമ്പിൽ പോയിട്ട് പറയുക, അല്ലാ എന്നെ കയറ്റി വിട്ടിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാം, അല്ല എന്നെ ഒന്ന് കയറ്റി വിട്ടിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാം. റൂഹ് പിടിക്കാൻ വരുമ്പോ അസ്രായിലിനോട് പറയുന്നു, 1 മിനിറ്റ് താ, 1 മിനിറ്റ് താ, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് ഖുർആൻ ഓതണം, എനിക്ക് സദഖ കൊടുക്കണം. എത്ര കൊല്ലം തന്നായിരുന്നു പെങ്ങന്മാരെ നിങ്ങൾക്കൊക്കെ? അല്ല, എത്രയോ കൊല്ലം നിങ്ങൾക്ക് തന്നു. അപ്പൊ ഒന്നും ചെയ്യണ്ടായിരുന്നു. അവസാനം നാണം കെട്ട് നഷ്ടവാടിയെ പോലെ, പരാജയപ്പെട്ടവരെ പോലെ മോഹങ്ങൾ ബാക്കിയാക്കിയിട്ട് പോകുകയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കരിക്കാനും വിവാദത്തുകൾ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാതെ യാചിക്കലല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങളെ എല്ലാവരും ആ ശുഹദാ മഖാമിലേക്ക് കടന്നു വരുമ്പോ ഖബർസാനിലൂടെയല്ലേ കടന്നു വരുന്നത്. പടച്ചവനെ, താഴെയുള്ള
വഴിയിലൂടെ വരുമ്പോ പെണ്ണുങ്ങൾക്ക് വരാനുള്ള വഴിയിൽ ഖബറാട്, ആണുങ്ങൾ പോകുന്ന വഴിയിലും ഖബറാട്. സഹോദരാ, ആ ഖബറിനെക്കാളും നിനക്ക് ഉപദേശം തരാ ലോകത്താരെ കൊണ്ടാ കഴിയുക? നിന്നെ പോലെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളുമായി ഈ നാട്ടിൽ ജീവിച്ച എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും പള്ളിപ്പറമ്പിൽ കിടക്കുകയാണ്. അവരാഗ്രഹിക്കുന്ന പടച്ചവര് എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിലോ, എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിലോ. പെങ്ങളെ, നിനക്ക് അല്ലാഹു അവസരം തന്നല്ലോ, നിനക്ക് ചാൻസ് തന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിനക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു അവസരം തന്നല്ലോ. എന്തുകൊണ്ടാണ് നീ നന്മ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നീ സൽക്കർമ്മങ്ങൾ ചെയ്യാത്തത്? അല്ലാഹു അവസരം തന്നിട്ട് പാഴാക്കിയിട്ട് പിന്നെ കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മരണം പറയുന്നത് ഇഷ്ടമല്ല, ഖബർ പറയുന്നത് ഇഷ്ടമല്ല, നരകം പറയുന്നത് ഇഷ്ടമല്ല. പടച്ചവനെ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത് പോലും എനിക്കും നിങ്ങൾക്കും ഇഷ്ടമല്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നാകാനുള്ള എളുപ്പവഴി പറഞ്ഞപ്പോ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരാ നബി തങ്ങളോട് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നന്നാകാനുള്ള എളുപ്പ വഴി പറഞ്ഞു കൊടുത്തത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെല്ലാനാ. ആ ഖബറിന്റെ ചാരത്ത് കൂടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും നിങ്ങളും നടക്കുന്നത്. ആ ഓർമ്മയില്ലല്ലോ ഉപ്പാ, ആ ഓർമ്മയില്ലല്ലോ പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പൊരുത്തം ചോദിക്കണമെങ്കിൽ ഇപ്പൊ ചോദിക്കൂ. അത് വാപ്പയോടാണോ, ഉമ്മയോടാണോ, കൂടപ്പുറപ്പിനോടാണോ, കുടുംബക്കാരോടാണോ, അയൽവാസിയാടോടാണോ, നാട്ടുകാരോടാണോ, ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കാനുള്ളത് മുഴുവനും ദുനിയാവിൽ വെച്ച് ചോദിച്ചോ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ചോദിക്കൂ. അല്ലാതെ മടങ്ങിയിട്ട് കാര്യമില്ലല്ലോ, അല്ലാതെ പോയിട്ട് കാര്യമില്ലല്ലോ. പടച്ചവനെ, തൗബ ചെയ്താൽ അല്ലാഹു കള്ളു കുടിച്ചവനെ പുറത്തു കൊടുക്കുമല്ലോ, വ്യഭിചരിച്ചവനെ പുറത്തു കൊടുക്കുമല്ലോ, പലിശ തിന്നവനെ പുറത്തു കൊടുക്കുമല്ലോ, ശിർക്ക് ചെയ്തവന് പോലും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പടച്ച റബ്ബ് പുറത്തു കൊടുക്കുമല്ലോ. കാരണം അല്ലാഹു കരുണയുള്ളവനാ, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. ആ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. പക്ഷേ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് നീ എന്തെങ്കിലും മോശമായത് പറഞ്ഞു, അവളെ വേദനിപ്പിച്ചു, അവളെ നാണം കെടുത്തി, എന്നിട്ട് നീ തൗബ ചെയ്തിട്ട് കാര്യമില്ല. ആരെ കുറിച്ചാണോ പറഞ്ഞത് അവരുടെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിക്കൂ. മനുഷ്യനും മനുഷ്യനുമുള്ളത് മനുഷ്യനും തീർക്കണമെന്നാണ്. അതുകൊണ്ട് പടച്ചവര്, പാപ്പാ, നീ രാവും പകലും ഇങ്ങനെ നടക്കുമ്പോ ഒരുപാട് പേരെ കാണുന്നവനല്ലേ. കുറ്റം പറഞ്ഞവര് നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ നടക്കുന്നല്ല വാപ്പാ. എന്തേ പൊരുത്തം ചോദിക്കാത്തത്? എന്തേ നിനക്ക് ചോദിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ അവരോട് പൊരുത്തം ചോദിക്കൂ. പടച്ചവനെ, കടം വല്ലതുമുണ്ടോ? നിസാരമല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനാസ പള്ളിയിൽ കൊണ്ടുവച്ച നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ജനാസയ്ക്ക് കടമുണ്ടോ? സ്വഹാബാ, ജനാസയ്ക്ക് കടമുണ്ടോ? സഹാബാ, കടമുണ്ടെന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറയും, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ. കടമില്ലെന്ന് പറഞ്ഞാലേ നബി തങ്ങൾ നിസ്കരിക്കാറുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കടം ജനാസ പള്ളിയിൽ കൊണ്ടുവച്ചിട്ടല്ല പറയേണ്ടത്, എഴുതി വെക്കണം. വീട്ടാൻ പറ്റുന്നവര് കടങ്ങൾ വീട്ടടോ, പറ്റാത്തവർ എഴുതി വെക്കണേ, എഴുതി വെക്കാതെ ഉറങ്ങല്ലേ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഒരു മനുഷ്യന്റെ മരണം അവന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ
അവന് യാചിക്കുന്നത് എന്തിനു വേണ്ടിയാ? അവന് യാചിക്കുന്നതിന് വേണ്ടി എന്തിനു വേണ്ടിയാണ് യാചിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പെടുന്ന ഒന്നാമതായി പറയുകയാണ്, ഒരാളുടെ മരണം അടുത്തു വരുമ്പോ അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോ ഒരു മനുഷ്യന് യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? സഹോദരാ സഹോദരി, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ, എന്തിനാണ് യാചിക്കുന്നതെന്നറിയോ? എന്തിനാ യാചിക്കുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവൻ യാചിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരെ, നബി തങ്ങൾ അവിടുന്ന് ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. പടച്ചവനെ, ഇന്ന് മുതൽ 4-5 ദിവസം ഇവിടത്തെ ഉറൂസാണല്ലോ. ഈ പള്ളിയിലും ഈ മഖാമിന്റെ ചാരത്തും നടക്കുമ്പോ ഖബർ കാണുന്ന ചെറുപ്പക്കാരാ, നീ ആവശ്യമില്ലാത്ത ചിന്തകളുമായി നടക്കുമ്പോ നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവേ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ തന്റെ വീടിന്റെ മുമ്പിൽ ഖബർ കുടിക്കുകയാണ്. തന്റെ വീടിന്റെ മുമ്പിൽ ഖബർ കുടിക്കുകയാണ്. പടച്ചവനെ, രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് ഇറങ്ങിക്കിടക്കുകയാ. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുറ്റത്ത് ഖബർ കുടിച്ചിട്ടിട്ട് രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് ഇറങ്ങിക്കിടന്നുകൊണ്ട് കരയുകയാ. പടച്ചവനെ, ജനങ്ങൾ, അയൽവാസികൾ പരാതി പറഞ്ഞു. അയൽവാസികൾ പരാതി പറഞ്ഞു. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ അയൽവാസികൾ വീടിന്റെ മുറ്റത്ത് ഖബർ കുടിച്ചിട്ടിട്ട് ആ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഖബറിനകത്ത് ഇറങ്ങിക്കിടന്ന് കരയുന്നു എന്ന് പരാതി പറഞ്ഞപ്പോ, സുബ്ഹാനല്ലാഹ്, റബീഅ ഇബ്നു ഖൈസം തന്റെ റൂമിനകത്ത് ഖബർ കുടിക്കുകയാ. ആ ഖബറിനകത്ത് ഇറങ്ങി കിടക്കുകയാണ്. ഖബറിനകത്ത് ഇറങ്ങി കിടന്നിട്ട് പലകകൾ മുഴുവനും എടുത്ത് അടച്ചു വെക്കുകയാ. എന്നിട്ട് ആ ഖബറിനകത്ത് കിടന്ന് കരയും. ആ ഖബറിനകത്ത് കിടന്ന് കരയും, റബ്ബിർജിഊ, എന്നെ മടക്കട്, എന്നെ മടക്കട് എന്ന് ഖബറിനകത്ത് കിടന്ന് കരയുമ്പോ കുടുംബക്കാര് എഴുന്നേറ്റ് വന്ന് പലകയെടുത്ത് മാറ്റിയിട്ട് ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാ. പടച്ചറപ്പേ, ഒരു ദിവസം ഖബറിനകത്ത് പാതിരാത്രിയിൽ എഴുന്നേറ്റ് കിടക്കുകയാണ്. എന്നിട്ട് പലക നിരത്തിയിട്ട് റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുകയാ, എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്കൊരവസരം തരണേ എന്ന് ഖബറിനകത്ത് കിടന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുമ്പോ പടച്ചറപ്പേ, ഭാര്യ എവിടെന്ന് ഉറങ്ങുകയാണ്. ഭാര്യ എവിടെന്ന് ഉറങ്ങുകയാണ്. അവസാനം നിലവിളി കേട്ട് എഴുന്നേറ്റ് ചെല്ലുമ്പോ ഖബറിനകത്ത് തളർന്നു കിടക്കുന്ന റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അവിടുന്ന് കയ്യിൽ പിടിച്ചുയർത്തുമ്പോ ബോധം വന്നപ്പോ അവിടുന്ന് സ്വന്തം ശരീരത്തോട് പറയുകയാ, ഇന്ന് നിന്നെ ഇതുപോലെ രക്ഷപ്പെടുത്തിയല്ലോ. നിന്നെ ഈ ഖബറിനകത്ത് നിന്ന് നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു, എന്റെ മക്കളുണ്ടായിരുന്നു. പക്ഷേ എത്ര കരഞ്ഞാലും രക്ഷപ്പെടുത്താൻ ആളില്ലാത്ത ഒരു ദിവസം വരാനുണ്ട്. ഇന്ന് നീ നിലവിളിച്ചപ്പോ ഈ ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ ആള് കടന്നു വന്നു. എന്നാൽ എത്ര കരഞ്ഞാലും ഒരു മനുഷ്യനും രക്ഷപ്പെടുത്താത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അതിനു മുമ്പ് നീ തയ്യാറെടുക്കടേ, അതിനു മുമ്പ് നീ തയ്യാറെടുക്കടേ എന്ന് സ്വന്തം നഫ്സിനോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരങ്ങളെ, സഹോദരിമാര്, ഒരാളുടെ മരണം കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ അവന് ഒന്നാമത് യാചിക്കുകയാണ്. ഒന്നാമത്
ഒന്നാമത് യാചിക്കുകയാണ്. എന്തിനാ പെങ്ങളെ? നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, നോമ്പ് പിടിക്കാനല്ല, പൊരുത്തം ചോദിക്കാനല്ല, യാത്ര പറയാനല്ല, കടം വീട്ടാനല്ല, മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാനല്ല, ദിക്റ് പറയാനല്ല. ഒരാളുടെ മരണസമയം അടുത്തു വരുമ്പോ ഒന്നാമതായി യാചിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഒരു മനുഷ്യന് യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് സദഖ ചെയ്യാൻ ഒരവസരം തരണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരാളുടെ മരണം അടുത്തു വരുമ്പോ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ ആ മനുഷ്യൻ യാചിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിസ്കരിക്കാൻ വേണ്ടിയല്ല. അസ്റായിലെ, എനിക്ക് ഇത്തിരി സമയം എന്താ, ഞാൻ നിസ്കരിക്കട്ടെ, ഞാൻ ഖുർആൻ ഓതട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, ഇതിനൊന്നുമല്ല. ആ മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് സദഖ ചെയ്യാൻ ഒരല്പ സമയം വേണമെന്ന് ആ മനുഷ്യൻ യാചിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സദഖയുടെ മഹത്വം അവിടെയാ മനസ്സിലാക്കണ്ടേ. ഒരാളുടെ മരണം കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ എനിക്ക് നിസ്കരിക്കാൻ സമയം എന്താ എന്നല്ല ചോദിക്കുന്നത്. ഒന്നാമത് പറയുന്നത്, എനിക്ക് സദഖ കൊടുക്കാൻ സമയം തരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഘാടകർ ബക്കറ്റ് എടുത്തു, കറക്റ്റ് സമയത്താ എടുത്ത്. ഇന്ന് ഈ ബക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും വിട്ടാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് അസ്റായിലിനോട് സമയം ചോദിക്കണം. ഇന്ന് രാത്രി മരിച്ച, ഈ വയത് കഴിഞ്ഞിട്ട് ഇന്ന് പോകുന്ന രാത്രിയിൽ നിങ്ങൾ ആരെങ്കിലും മരിച്ച, അസ്റായിലെ എനിക്ക് സദഖ കൊടുക്കാൻ ഇത്തിരി സമയം വേണോ എന്ന് യാചിക്കണോ വേണ്ടയോ എന്ന് ഈ ചങ്ങാതി ബക്കറ്റുമായിട്ട് മുമ്പിൽ വരുമ്പോ നീ തീരുമാനിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകും. എനിക്ക് യാചിക്കാൻ വയ്യ, പിടിച്ചോ, ബിസ്മില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈയിട്ട്. ഇല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ഇരുന്നോ, മസരി പിടിച്ചിരുന്നോ, കൊടുക്കരുത്. 100-200ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം. അൽഹംദുലില്ലാഹ്, ഇന്ന് ഒന്നാമത്തെ ദിവസം. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തുകൊണ്ട് നീ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്ത് വരുമ്പോ വാപ്പാ യാചിക്കേണ്ടി വരില്ല. വാപ്പാ, ചെറുപ്പക്കാരാ, എനിക്കൽപ്പ സമയം എന്താ, പെങ്ങളെ ചോദിക്കേണ്ടി വരില്ല. പൊന്നുമോള് അസ്റായിലേ, എനിക്കൽപ്പ സമയം എന്താ, എന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണമെന്ന് ഊരിക്കൊടുക്കാറ് എന്റെ ഭർത്താവ് അടുത്ത് കിടക്കുന്നുണ്ട്. ഞാൻ എന്റെ ഇക്കാനോടൊന്ന് പറയട്ടെ, എന്റെ സ്വർണം ഞാൻ മരിച്ചാൽ തീങ്കാലയിൽ കൊടുക്കണം. പടച്ചവനെ, കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കണമെന്ന് പറയാറ് ഒരു സെക്കൻഡിന് വേണ്ടി യാചിച്ചാലും നിനക്ക് അല്ലാഹു സമയം തരില്ല പെങ്ങള്. വാപ്പാ, ഒരുപാട് സമ്പത്തുകൾ വാരിക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. പടച്ചവനെ, മരണസമയം അടുത്തു വരുന്ന സമയത്ത് ചോദിക്കുകയാ, ഒരു നിമിഷം ദാ എന്റെ സമ്പാദ്യത്തിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് പടച്ചവര് ഈ കോളേജിൽ പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്ന ഒരു പൊന്നുമോന്, എനിക്ക് ഹാഫിളാകാൻ പറ്റിയില്ല, ആലിമാകാൻ പറ്റിയില്ല. പടച്ചവനെ, ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെയെങ്കിലും എന്റെ പേരിലൊന്ന് പഠിപ്പിക്കണേ എന്ന് പറയാനുള്ള ഒരു സമയത്തിന് വേണ്ടി യാചിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ, പെങ്ങളെ വെറുതെയാകില്ല, ചെറുപ്പക്കാരാ വെറുതെയാകില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മാരകമായ രോഗങ്ങള്, പടച്ചവനെ, ആരാ പറഞ്ഞത് രോഗങ്ങൾക്ക് മരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്ന അവര് മരുന്ന് കഴിച്ചിട്ട് ചികിത്സിക്കല്ല, അവര് സദഖ കൊടുത്തിട്ട് ചികിത്സിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് തെളിവ് വേണോ? നിങ്ങൾക്ക് തെളിവ് വേണോ? ഇപ്പൊ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വന്നു, എത്ര പേര് പൈസ ഇട്ടു? എത്ര പേര് പൈസ ഇട്ടു? ഉള്ളവനും കൈകെട്ടിയിരുന്നു. ചിലപ്പോ ബക്കറ്റും കൊണ്ടുവന്നവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കലും സദക്കയാണല്ലോ, ചിരിച്ചു കാണിച്ചു. അങ്ങനല്ല. ഇന്ന് വയത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി, നേരെ താമസിച്ചെന്ന് പറഞ്ഞ് ചാടി കയറി ഭക്ഷണമെല്ലാം കഴിച്ച് ബാത്റൂമിനകത്തേക്ക് കയറി ഇതാ കിടക്കണ ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ. അള്ളാഹു കാക്കുമാറാകട്ടെ, ആമീൻ പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. തല പോയി ഭിത്തിയിലടിച്ചു, ബോധം നഷ്ടപ്പെട്ടു. ഒരു നിലവിളി കേട്ടു, മക്കൾ ഓടി വന്ന് പൊക്കിയെടുത്തു, നേരെ ഇവിടെയുള്ള ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ ഐസ് തുറന്നിട്ട് പറഞ്ഞ് AC-ക്കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാൻ. നേരെ അതിനകത്തേക്ക് നിന്നെ കയറ്റി കിടത്തി. ഡോക്ടർമാര് വന്നിട്ട് പറഞ്ഞു, തലയിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, ഇത്തിരി ബുദ്ധിമുട്ടാ, ഇത്തിരി സീരിയസാ, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, സർജറിയൊക്കെ വേണം. ഉടനെ ഉമ്മ മക്കളെ വിളിച്ചിട്ട് പറയും, മോനെ നാളെ രാവിലെ പോകണം കേട്ടോ. നാളെ രാവിലെ നോക്കുമ്പോ ഫൈസി ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിൽ നിന്റെ മോൻ നിൽക്കുന്നുണ്ട്. ഉസ്താദ് വാതിൽ തുറന്നിട്ട് ചോദിക്കും, എന്തേ മോനെ 5 മണിക്ക് ഇവിടെ വന്ന് നിൽക്കണേ? ഉസ്താദെ വാപ്പച്ചി ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് വീണു, സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുകയാ. ഉമ്മ ഒരു 2000 രൂപ തന്നിട്ടുണ്ട്. ഉസ്താദ് ആ മക്കളെയൊക്കെ ഒന്ന് വിളിച്ച് ദുആ ചെയ്യണം, എൻ്റെ വാപ്പാനെ രക്ഷപ്പെടുത്തണം. അപ്പൊ നിനക്കറിയാം എന്താ പറഞ്ഞത്? കയ്യില് സദക്ക കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു, ഉസ്താദെ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം എൻ്റെ വാപ്പാനെ രക്ഷപ്പെടുത്താൻ. അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അറിയാഞ്ഞിട്ടല്ലല്ലോ. എന്തിനാ ചങ്ങാതി ബാത്റൂമിൽ വീഴുന്നേ? ഇപ്പൊ ഇട്ടാ വീഴാതെ തന്നെ അള്ളാഹ് നിന്നെ രക്ഷപ്പെടുത്തൂലേ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടത്. സദക്ക വിപത്തുകളെ തട്ടി വന്നതിന് ശേഷം കിടന്നിട്ട് വിളിച്ചിട്ട് കാര്യമുണ്ടോ? എത്രയോ പേരുണ്ടോ സദക്ക കൊടുത്തിട്ട്. നബിതങ്ങൾ പറഞ്ഞ അള്ളാഹിക്ക് ചില അടിമകളുണ്ട്, അവർക്ക് രോഗം വന്ന അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കും. യതീംഖാനയിൽ പോയി ഭക്ഷണം കൊടുക്കും, പള്ളികൾക്ക് കൊടുക്കും, പാവങ്ങൾക്ക് കൊടുക്കും, ഈ മക്കളെയൊക്കെ ഏറ്റെടുത്ത് പഠിപ്പിക്കും, അവർക്ക് ഭക്ഷണം കൊടുക്കും. അതിലൂടെ അള്ളാഹുവിന്റെ രോഗങ്ങൾക്ക് ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കും. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര സഹോദര, സദക്ക കൊടുക്കാൻ വേണ്ടി സമയം യാചിക്കരുത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്ക്, ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്ക്. അൽഹംദുലില്ലാഹ്, നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കുമ്പോൾ അതിന് വല്ലാത്ത പ്രതിഫലമാ. പാവങ്ങൾക്ക് കൊടുക്കണം, യതീമീങ്ങൾക്ക് കൊടുക്കണം, രോഗികൾക്ക് കൊടുക്കണം. എന്തേ നഷ്ടം? സദക്ക എന്താ പറഞ്ഞേ? എല്ലാവരുടെയും ഒരു വിചാരം കൊടുത്ത കുറഞ്ഞു പോകുന്ന, കൊടുത്ത കുറഞ്ഞു പോകുന്ന. എടാ പൊന്നാര ചങ്ങാതി, കൊടുത്ത കുറഞ്ഞു പോകുമായിരുന്നെങ്കിൽ സംസം വെള്ളം തീരണ്ടേ? എന്ത് തീരാത്തെ? എത്ര കാലം കൊണ്ട് ഇസ്മായിൽ നബി അലിഹിസ്സലാം കാലിട്ടടിച്ച കാലം മുതൽ തുടങ്ങിയതല്ലേ സംസം വെള്ളം? എത്ര കൊല്ലമായി, തീരുന്നില്ലല്ലോ. നീ കുടിക്കണോ കുളിക്കണോ എന്ത് വേണമെങ്കിലും ചെയ്തിരുന്നില്ലല്ലോ. ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ എന്തേ കുറയാത്തത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൊടുക്കുന്നതനുസരിച്ച് ഞാൻ ഇന്ന് വയതിന് വരുമ്പോ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു അത്ഭുതം ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. ഇന്ന് ഞാൻ വയതിന് വരുമ്പോ പെരുമ്പാവൂര് വെച്ച് ഞാനൊരു സഹോദരനെ കണ്ടു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ അവിടെ വയതിന് പോയി. എല്ലാരും കേൾക്കണം, ഞാൻ അവിടെ വയതിന് പോയി. പ്രസംഗം നടത്തിയിട്ട് അവസാനം പിരിവ് നടത്തുമ്പോ ഒരു സഹോദരൻ സ്റ്റേജിലിരുന്നു. അദ്ദേഹം ഒരു പാവപ്പെട്ടവനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ കടയും കച്ചവടമൊക്കെ ഉള്ള സഹോദരനാ, എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം പാവപ്പെട്ടവനാണെന്ന്. അവസാനം ഞാൻ ചോദിച്ചു, നീ എത്ര ചാക്ക് സിമന്റ് കൊടുക്കും? ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദ് പറയാൻ. ഞാൻ അവന്റെ കയ്യിൽ നല്ല കാശൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, 101 ചാക്ക് സിമന്റ് നീ കൊടുക്കണമെന്ന്. സ്റ്റേജ് എല്ലാരും കണ്ണും തള്ളിയിരിക്കുക, എനിക്ക് തിരിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, 101 ചാക്ക് സിമന്റ് നീ കൊടുക്കണം. ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ കൊടുക്കാം, വാടക വീട്ടിൽ കിടക്കുന്നവനാ, എനിക്കറിയില്ലായിരുന്നു. വാടക വീട്ടിൽ കിടക്കുന്നവൻ പറഞ്ഞു 101 ചാക്ക് സിമന്റ്. അപ്പൊ ഒരാളായിരുന്നു, ഉസ്താദേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പറഞ്ഞു മിണ്ടാതിരിക്കാൻ. ആ ചെറുപ്പക്കാരൻ 101 ചാക്ക് സിമന്റ് കൊടുക്കാമെന്നേറ്റു. വയത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ അവ ഒരു വാടക വീട്ടിൽ കിടക്കുന്നവനാ, പാവപ്പെട്ടവനാ, ഉസ്താദ് 101 ചാക്ക് കൊടുത്ത് പണി കൊടുത്തല്ലോ എന്ന്. അവസാനം ഞാൻ സംഘാടകരോട് പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു, അവന്റെ കയ്യിൽ നിന്നുള്ളത് വാങ്ങിച്ചാൽ മതി. പിറ്റേ ദിവസം രാവിലെ ആ ചെറുപ്പക്കാരൻ വന്നപ്പോ ഞാനപ്പോ സംഘാടകരോട് പറഞ്ഞത് കാരണം അവനോട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു നിനക്കൊരു വിട്ടുവീഴ്ച ചെയ്തുതരാൻ. അവൻ പറഞ്ഞു, വേണ്ട, എവിടെ നിന്നാണെങ്കിലും ഞാൻ കൊണ്ടുതരും. 101 ചാക്ക് സിമന്റ് ഞാൻ, എനിക്ക് ജീവനുണ്ടെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ഞാൻ കൊണ്ടുതരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വൈകുന്നേരം ഒരു 4 മണിയായപ്പോ ആ സംഘാടകരിൽപ്പെട്ട ആൾക്കാർ എന്നോട് പറഞ്ഞു, ഉസ്താദെ പിറ്റേ ദിവസം രാവിലെ അവൻ വീട്ടിൽ ഇരുന്നപ്പോ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിനക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ? അവൻ പറഞ്ഞു, സ്ഥലമില്ല, വീട് ഒക്കെ പണിയണം, 10 സെന്റ് സ്ഥലം ഞാൻ തരാം.
ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞാൻ തരാം 10 സെന്റ് സ്ഥലം, നീ വീട് വെച്ചോളാൻ. ഇതാടോ അള്ളാഹു ആ ചെറുപ്പക്കാരന് നല്ല ഒരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 10 ചാക്കല്ല 101 ചാക്ക് സിമന്റ് വാടക വീട്ടിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ കൊടുത്തപ്പോ 10 സെന്റ് സ്ഥലം, അതാ 1-ന് 10. അല്ലാഹു ആ ചെറുപ്പക്കാരന്റെ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനല്ല. നമ്മൾ വാരി വാരി കൂട്ടിവെക്കുകയാ. കൂട്ടിവെച്ചോ വാപ്പാ, മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ്, പടച്ചവനേ, നിന്റെ സമ്പാദ്യം മുഴുവനും മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അത് വീടാകട്ടെ, സ്ഥലമാകട്ടെ, ബാങ്കിൽ കിടക്കുന്നതാകട്ടെ, ഗൾഫിൽ കിടക്കുന്നതാകട്ടെ, ഈ ലോകത്തുള്ള സമ്പാദ്യം മുഴുവനും ഒരു സ്ക്രീനിൽ കാണിച്ചു തരുന്നത് പോലെ നിന്റെ എല്ലാ സമ്പാദ്യവും മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരികയാ. നിന്റെ മക്കളെ മുഴുവനും കൊണ്ടുവരും. പെങ്ങള്, ഈ ബാങ്കിലും ലോക്കറിലും ഒക്കെ വെച്ചിരിക്കുന്ന സ്വർണം പണവും എല്ലാം ഒരു ഭാഗത്ത്, എന്നിട്ട് നിന്റെ മക്കൾ ഒരു ഭാഗത്ത്. മലക്കുകൾ കൊണ്ടുവന്ന് കാണിച്ചു തരികയാ. മലക്കുകൾ കൊണ്ടുവന്ന് കാണിച്ചു തരികയാ. പടച്ചവനെ, ഈ സമ്പാദ്യം മുഴുവനും ഒരു ഭാഗത്ത്, നിന്റെ മക്കൾ മുഴുവനും ഒരു ഭാഗത്ത്. പടച്ചവനെ, മനുഷ്യനവിടെന്ന് ചിന്തിക്കുന്നു, അല്ലാ, ഇതൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഈ സമ്പാദ്യം സദഖ ചെയ്യാൻ പറ്റിയില്ലല്ലോ. പടച്ചവനെ, പോകുകയാണല്ലോ. ആ അവസാന സമയത്ത് വാപ്പ തന്റെ മക്കളോട് ചോദിക്കുകയാ. അതാ മലക്കുകൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന മക്കളോട് ചോദിക്കുന്ന, മക്കളെ, വാപ്പ പോകുകയാണ്, വാപ്പ പോകുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? പെങ്ങളെ, പ്രായം ചെന്നിട്ട് പോലും ചെവിയിലും ശരീരത്തും സ്വർണ്ണാഭരണം ഇട്ടുകൊണ്ട് നടക്കുന്ന മുടി നരച്ച പ്രായമുള്ള രോഗിയായ ഉമ്മ, ഇപ്പോഴും നിന്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും കൈനീട്ടിയാ കൊടുക്കാൻ മനസ്സില്ലല്ലോ. അത് പള്ളിയാകട്ടെ, യതീമായ മക്കളാകട്ടെ, രോഗികളാകട്ടെ, കൊടുക്കാൻ മനസ്സില്ലാത്ത ഉമ്മ മരണത്തിന്റെ സമയത്ത് മക്കളോട് ചോദിക്കുന്ന, മക്കളെ, ഉമ്മാടെ സമ്പാദ്യം മുഴുവനും നിങ്ങൾ എടുക്കുകയല്ലേ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? മക്കള് പറയും, ഉമ്മ, 3 കഷ്ടം തുണി വാങ്ങിത്തരാ, പള്ളിപ്പറമ്പിൽ ഒരു കബറ് കുഴിച്ചു തരാ, പള്ളിപ്പറമ്പിൽ ഒരു കബറ് കുടിച്ചു തരാ, ഇതല്ലാതെ ഒന്നുമില്ലടോ. ഈ മറുപടി കേൾക്കുമ്പോഴേ നീ തകരുമല്ലോ, ഈ മറുപടി കേൾക്കുമ്പോഴേ നീ തളരുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എല്ലാവർക്കും സദഖ കൊടുക്കാൻ പറ്റൂല. പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടോ, എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല. പണമുള്ള എത്രയോ പേര് ഇവിടെ ഇരുന്നോ, എത്ര പേരാ ബക്കറ്റിന്റെ അകത്തൊരു 10 രൂപ ഇട്ടത്. പെങ്ങളെ, സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ മജ്‌ലിസിലില്ലല്ലോ. എത്ര പേരാ 200-ൽ പരം മക്കള് പഠിക്കുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി നിന്റെ മുമ്പിലേക്ക് വന്നപ്പോ എത്ര പേരാ അതിനകത്ത് സദഖ ഇട്ടത്? ഇടാൻ പറ്റില്ലടോ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ സദഖ കൊടുക്കാൻ കഴിയൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ സദഖ കൊടുക്കാൻ കഴിയൂ. പടച്ച റബ്ബേ, ഒരാള് 1 രൂപ സദഖ കൊടുക്കാൻ തയ്യാറായാൽ, ഒരാള് 1 രൂപ സദഖ കൊടുക്കാൻ തയ്യാറായാ, പടച്ചവരെ, 70 ശൈത്താന്മാര് കയ്യിൽ പിടിക്കുകയാ. 70 ശൈത്താന്മാര് കയ്യിൽ പിടിച്ചിട്ട് പറയും, കൊടുക്കല്ലേ, കൊടുക്കല്ലേ. 1 രൂപ കൊടുക്കണമെങ്കിൽ 70 ശൈത്താനെ പരാജയപ്പെടുത്തണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്കാൻ നമുക്ക് മടിയാ. എങ്കിലും നേട്ടമെന്തെന്നറിയോ? സദഖ കൊടുക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന നേട്ടമെന്തെന്നറിയോ? പെങ്ങളെ, അല്ലാഹു തന്ന സമ്പാദ്യം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നബി തങ്ങൾ പറയുന്ന, സ്വഹാബാ,
മോശമായ മരണമുണ്ടല്ലോ, മോശമായ മരണമുണ്ടല്ലോ. ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത്. ഈമാനില്ലാതെ മരിച്ചു പോകുന്നില്ലേ? പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തിട്ട് വന്ന ഉമ്മയല്ലേ പടച്ചവനെ ഒരു തുണ്ട് കയറിലെ ജീവിതം അവിടെ അവസാനിപ്പിച്ചത്. ഇതുപോലെ ദുർമരണങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. അല്ലാഹു തന്ന സമ്പാദ്യം പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്ന വാപ്പാ, ഈമാനില്ലാത്ത മരണം അല്ലാഹു നിനക്ക് നൽകൂല. ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരൂല. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം അല്ലാഹു തരും പെങ്ങള്. ദുർമരണങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ, ഒരുപാട് മക്കൾ പഠിക്കുന്ന സ്ഥാപനമാ. 200-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടല്ലോ. ഓരോ വർഷവും ഞാൻ ഇവിടെ വരുമ്പോ ഈ മക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി പിരിവെടുത്തിട്ട് പോകുന്നവനാ. പെങ്ങളെ, വെറുതെയാകില്ല, ഈ കൊടുത്തതൊന്നും വെറുതെയാകില്ല. പടച്ചറപ്പ് നിനക്ക് കാണിച്ചു തരും പെങ്ങളെ. എപ്പോഴാണ് കാണിച്ചു തരുന്നതെന്നറിയോ? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കാലിന്റെ വിരൽ മുതൽ ഇങ്ങനെ റൂഹ് പിടിക്കുമല്ലോ. അങ്ങനെ റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നോ. എല്ലാ മലക്കുകളും നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന അവസാന സമയമുണ്ടല്ലോ, മരണവേദന സഹിക്കാൻ കഴിയാതെ പിടയുന്ന സമയമുണ്ടല്ലോ. ആ പിടയുന്ന സമയത്ത് മലക്കുകൾ കാണിച്ചു തരികയാ, വാബുശിറൂ ബിൽ ജന്നാ. ഇതാ പ്രതിഫലം കണ്ടോ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടോ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടോ. നിങ്ങളെ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗം മലക്കുകൾ നിനക്ക് കാണിച്ചു തരികയാ. ഇത് കണ്ടിട്ട് വേണം നീ മരിക്കാൻ, ഇത് കണ്ടിട്ട് വേണം നീ മരിക്കാൻ. നിന്റെ ഉമ്മ ചിരിച്ചത് സ്വർഗ്ഗം കണ്ടട്ടാ. ഉപ്പാ, നിന്റെ വാപ്പ മരിച്ചു കിടന്നപ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോട് മുഖമെല്ലാം പ്രകാശിക്കുന്ന രീതിയിൽ കിടന്നത് കോമഡി കേട്ടിട്ടല്ല, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹം കണ്ടിട്ട്, ആ സ്വർഗ്ഗത്തിൽ അല്ലാഹു കൊടുക്കുന്ന ആ വലിയ വലിയ സ്ഥാനങ്ങൾ കണ്ടിട്ട് ആ മനുഷ്യന് ചിരിച്ചതാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് അല്ലാഹു കാണിച്ചു തരുമല്ലോ. മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കാ പെങ്ങളെ. അത് മാത്രമല്ലല്ലോ, പടച്ചവനെ, ദുനിയാവില് നല്ല ഒരു ജീവിതം വേണോ? ഈ ദുനിയാവില് സമാധാനമുള്ള ഒരു ജീവിതം വേണോ? അല്ലാഹു നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം തരുമല്ലോ. മരണങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമല്ലോ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ട് മരിക്കാറമ്പിൽ 6 അടി മണ്ണിനകത്ത് കടന്നു വരും ചെറുപ്പക്കാരാ. ഈ എല്ലാവരും കിടക്കുന്ന ഖബർസ്ഥാനുണ്ടല്ലോ, നീ കണ്ടവനല്ലേ? പടച്ചവനെ, വെളിച്ചമില്ലല്ലോ. പലക നിരത്തികെട്ട് മണ്ണിട്ട് മൂടികെട്ട് ചെടിയും നട്ട് എല്ലാവരും പോകുമല്ലോ. ആ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്തൊരു മിന്നാമിനിങ്ങിയുടെ വെളിച്ചമെങ്കിലും നിനക്ക് വേണ്ടേ? അത് സദക്ക കൊടുത്താൽ ആ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണ് പ്രകാശിക്കുമെന്നാ. പടച്ചവനെ, 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, വയുതഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاه نظرة وسرورا. ഈ
പടക്കുന്ന ശുഹദാക്കളുടെ ചാരത്ത് കിടക്കുന്ന ഈ മക്കളുണ്ടല്ലോ, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരില്ലോ, ഓരോ വർഷവും ഇവിടെ വന്നിട്ട് ഉസ്താദേ ഒരു മോനെ എനിക്ക് വേണം, ഞാൻ ഭക്ഷണം കൊടുക്കാ, അവൻ എന്റെ മകനാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നവരുണ്ടല്ലോ. അതിന് വരുന്ന ഉസ്താദന്മാര് ചോദിക്കുമ്പോ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിക്കൊടുക്കുന്ന പെങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.